പുസ്തകത്തെക്കുറിച്ചോ ആ വിഷയത്തെക്കുറിച്ചോ ഞാനിന്ന് സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കണമെങ്കിൽ 2 മിനിറ്റോട് തീരേണ്ട കേസല്ലത്. അതുകൊണ്ട് അത് മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ചാലേ അതിനെക്കുറിച്ചൊരു ഒരു ആവേശം കെട്ടടങ്ങുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. വർത്തമാന പുസ്തകം വായിക്കാത്ത ഒരു വൈദികൻ സീറോ മലബാർ സഭയിലുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അയാളെ സസ്പെൻഡ് ചെയ്യണം. പിന്നീട് വായിക്കുന്നില്ലെങ്കിൽ അയാളെ ഡിസ്മിസ് ചെയ്യണം, സഭയിൽ തുടരാൻ അനുവദിക്കരുത്. എനിക്കതിനെക്കുറിച്ച് ഏറ്റവും ചെറിയ വാക്കുകളിൽ ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതിനോട് അർഹതയില്ല. സൺഡേ സ്കൂളിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുകയും വർത്തമാന പുസ്തകം വായിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ ആ പള്ളിയുടെ 5 അയലോക്കത്ത് കയറ്റാൻ പാടില്ല. ആ തരത്തിൽ മാത്രം നമുക്ക് വർത്തമാന പുസ്തകത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വർത്തമാന പുസ്തകം വായിക്കണം. അച്ഛൻ എന്തുകൊണ്ടാണിത് ഇത്രയും നിർബന്ധപൂർവ്വം പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം. സഭയുടെ ആധ്യാത്മികത അതിനകത്തുണ്ട്. സഭയുടെ എക്ലേസിയോളജി, സഭയുടെ വിജ്ഞാനിയും സഭാവിജ്ഞാനിയും അവിടെയുണ്ട്. സഭയുടെ ഭരണക്രമം അതിനകത്തുണ്ട്. സഭയുടെ നിയമങ്ങൾ അതിനകത്തുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് മാതൃസഭയുടെ ജീവിത ക്രമം എന്താണെന്ന് അത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മാതൃസഭയെ സ്നേഹിക്കേണ്ടതെന്ന് അത് പഠിപ്പിക്കുന്നു. സുറിയാനി സഭയുടെ തനതായ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ അത് വരച്ചു കാണിക്കുന്നുണ്ട്. സഭാപരമായ ആധിപത്യത്തെ എങ്ങനെയാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടതെന്ന് അത് നമ്മെ ഉപദേശിക്കുന്നുണ്ട്. ഒരു സഭയെന്ന കാരണത്താല് ആധിപത്യം പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഒരു സഭയ്ക്കുമില്ല എന്നത് നന്നായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ജീവനേക്കാൾ അധികം സഭയുടെ ഐക്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ചരിത്രം അത് അവതരിപ്പിക്കുന്നുണ്ട്. സ്വന്തം ജീവനേക്കാൾ അധികമായി സഭ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ബലിയായി നൽകുവാൻ സന്നദ്ധരായിട്ടുള്ള ധീരരായിട്ടുള്ള സഭാ നേതാക്കന്മാരെ അത് അവതരിപ്പിക്കുന്നുണ്ട്. വർത്തമാന പുസ്തകത്തിന്റെ ഉൾത്താളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുറേയേറെ പറയേണ്ടതായിട്ട് വരും. ഇന്ന് ഈ സ്മരണാദിനം ഇവിടെ നമ്മൾ പാറേമാക്കൽ ഗവർണറെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം 13 വർഷക്കാലമാണല്ലോ നമ്മുടെ സഭയുടെ ഭരണം നിർവഹിച്ചത്. ഇവിടുത്തെ പള്ളിയോഗം ഒന്നടങ്കം റോമിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപ്പോലീത്തയായി ഗവർണറെ തരണമെന്നാണ്. പക്ഷെ അത് ചെവിക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. കാരണം സഭ എന്ന പേരില് ചിന്തിക്കുമ്പോൾ നമ്മുടെ ധീരരായിട്ടുള്ള സഭാതനയരുടെ ശ്രേഷ്ഠമായ വ്യക്തിത്വവും കുലീനത്വവും ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ചാവറയച്ചനെ വരെ സ്നേഹിച്ച പാതിരിമാര് കാര്യത്തോടടുത്തപ്പോൾ അദ്ദേഹത്തെ ബിഷപ്പാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത ഒരു റിമാർക്കിന്റെ രത്നചുരുക്കം, ഹീസ് എ സിമ്പിൾട്ടൺ. നിങ്ങൾക്ക് എങ്ങനെയോ ആ സിമ്പിൾട്ടനെ വ്യാഖ്യാനിക്കാം. ഒരു പുണ്യപ്പെട്ട മനുഷ്യനെ കുറിച്ച് ഞാൻ ആ സിമ്പിൾട്ടൺ എന്ന പദം എൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ അങ്ങനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെ പശ്ചാത്തലമല്ല ഇവിടുത്തെ ആദ്യത്തെ പേപ്പറിൽ നമ്മുടെ ബ്രദർ ജോൺ പോൾ മൂലയിൽ അവതരിപ്പിക്കും. പശ്ചാത്തലം എന്ന് പറയുന്നത് മാർത്തോമ നസ്രാണികളുടെ ആ കാലഘട്ടത്തിലെ സഭയുടെ ജീവിത ശൈലിയും അന്ന് സംഭവിച്ച ചില കാര്യങ്ങളും അതിനുശേഷം പുനരൈക്യത്തിന് വേണ്ടി പുറപ്പെടുവാൻ കാരണമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം ആ പേപ്പറിൽ അദ്ദേഹം നന്നായിട്ട് പഠിച്ചൊരുങ്ങി അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ ജോസഫ് കുമ്പുക്കൻ
ഇവരിവിടുന്ന് യാത്ര പുറപ്പെട്ട അവസരത്തിൽ, പ്രത്യേകിച്ച് ലിസ്ബണിലെത്തിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും അവർ നേരിട്ട ശൈലിയെയും മറ്റ് അവരുടെ തിക്താനുഭവങ്ങളെയും എല്ലാം അദ്ദേഹം നന്നായിട്ട് രണ്ടാമത്തെ പേപ്പറിൽ അവതരിപ്പിക്കുന്നുണ്ട്. വീണ്ടും മൂന്നാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മുടെ ജോസഫ് ചേറാടിക്കൽ ബ്രദർ അവതരിപ്പിക്കുന്നത് റോമില് അവർ അനുഭവിച്ച അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെ അവർ എങ്ങനെയാണ് നേരിട്ടത്, തരണം ചെയ്തത്, എവിടെയാണ് വിജയമുണ്ടായത്, എവിടെയാണ് പരാജയമുണ്ടായത് എന്നെല്ലാം ആ പ്രബന്ധത്തിൽ നന്നായിട്ട് അദ്ദേഹം അവതരിപ്പിക്കും. നാലാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പുരയിടം ബ്രദർ ഈ പറഞ്ഞ പാറേമാക്കൽ ഗവർണർ തോറും കരിയാറ്റി മൽപ്പാനും അവിസ്മരണീയമായ സഭാസ്നേഹത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകകളാണ് എന്ന വലിയ സത്യം ആവേശകരമായിട്ട് അനുഭവവേദ്യമാക്കി തരും. നമുക്ക് ഈ പ്രിയപ്പെട്ട ശമാശന്മാരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, നല്ല ഒരു കയ്യടിയോടെ.